ഈ വീഡിയോയിൽ കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾ നമ്മുടെ ഫോട്ടോയെ പല രൂപത്തിലാക്കാൻ ഇഷ്ടമുള്ളവരാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി നമുക്കത് ചെയ്യാൻ കേട്ടോ. അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ്, ഇത് ഏതെങ്കിലും ഒന്നും കൂടാതെ നമുക്കിത് ചെയ്യാൻ സാധിക്കത്തില്ല. പല രൂപത്തിൽ നമ്മുടെ ഒരു ഫോട്ടോയെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഒരു ഫോട്ടോയെ പല രൂപത്തിൽ, കൗമാരപ്രായമായിരുന്നാലും യൗവനമായിരുന്നാലും അതുപോലെ വാർദ്ധക്യമായിരുന്നാലും അങ്ങനെ പല രീതിയിലാക്കാനും പല മോഡലിലാക്കാനുള്ള നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ അത് ആവശ്യമുള്ളവർ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. എന്തായാലും ഇത്തരം മൊബൈൽ അറിവുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഞാൻ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ഫസ്റ്റ് കമന്റിലും കൊടുത്തിരിക്കാം. എന്തായാലും ഞാൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഫേസ് ലാബ് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ഞാനത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുക, വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ പല പല ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് കുറച്ചൊക്കെ പെയ്ഡ് ആണ് കേട്ടോ. നമുക്കിത് ഫസ്റ്റ് ഫീച്ചർ നമുക്കിത് നോക്കാം. അതൊന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പെർമിഷൻ ചോദിക്കുക, അത് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്യാലറി പെർമിഷൻ ആണ് ഇത് ചോദിച്ചത്. അപ്പോൾ ഗ്യാലറിയിലേക്ക് ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ഈ ആൽബം എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ ഒരു പിക്ചർ നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് എടുക്കുക. ഞാൻ ഒരു പിക്ചർ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാനിത് എടുക്കാൻ പോവുകയാണ്. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് ഏത് രീതിയിൽ ഈ പിക്ചറിനെ ആക്കണം എന്നുള്ള ഇതിന്റെ എല്ലാ ഓരോ ഡെമോ ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് നമുക്കത് ഓൾഡ് ആക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വയസ്സാകുമ്പോൾ എങ്ങനെ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പിക്ചർ വയസ്സാകുമ്പോൾ എങ്ങനെയെന്നുള്ളത് കാണാൻ സാധിക്കും. അടുത്ത് യങ് ആണ് കേട്ടോ. അങ്ങനെ യങ് ആകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതും അങ്ങനെ പല പല ഓപ്ഷനും ഫീമെയിൽ ആയിട്ടുള്ള ഉണ്ട്. ഇപ്പോൾ ഒരു ഓൾഡ് മാൻ താടിയൊക്കെ വെച്ചുള്ള ഒരു പിക്ചറാണ്. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഹാഫ് താടി വെച്ച ഒരു ആള്, അതേ രൂപത്തിൽ നമുക്ക് ആ പിക്ചറിനെ ആക്കാം. അങ്ങനെ പല പല ഓപ്ഷനും ഇതിൽ നമുക്ക് ചെയ്തു വെക്കാം കേട്ടോ. നിങ്ങളത് വ്യത്യസ്തമായ രീതിയിൽ നോക്കുക. അതിനുശേഷം നമുക്കിവിടെ ഒരു സേവ് കാണാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ മറ്റോ ഷെയർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതിലെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. കാർട്ടൂൺ എന്നാണ് അത് കൊടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് ഇതുപോലെ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമുക്ക് ഗാലറിയിൽ നിന്ന് ഇതുപോലെ എടുക്കുക. അത് നമ്മുടെ ഫോട്ടോ കാർട്ടൂൺ ആക്കി മാറ്റാനുള്ള ഓപ്ഷനാണ് കേട്ടോ. പലതരം കാർട്ടൂൺ രൂപത്തിൽ നമ്മുടെ പിക്ചറിനെ ആക്കി മാറ്റാനുള്ള ഓപ്ഷനാണ് ഈ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.